എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറം സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയും ആണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരി മെൽ റോബിൻസിന്റെ ദ 5 സെക്കൻഡ് റൂൾ എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. സ്വാഗതം പറയുന്നതിനായി 2ാം വർഷ BEd വിദ്യാർത്ഥിയായ നിതിൻ ദാസ് KHനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിപ്പോരുന്ന വായനാഴ്ചയുടെ പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അധികം ദീർഘിപ്പിക്കാതെ തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാം സുസ്മിത ടീച്ചറെയാണ്. നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ കരുതലായി നമ്മളോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർ മാഷിനെയും ഹീര ടീച്ചറെയും പരിപാടിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലൈനയെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് വ്യാഴാഴ്ച വായനാഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം ദ 5 സെക്കൻഡ് റൂൾ എന്നതാണ്. ആ പുസ്തകം നിരൂപണം ചെയ്യുന്നത് നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും മധ്യപ്രദേശ് ഖുറൈ ഹോളി ഫാമിലി സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക കൂടിയായ കീർത്തന ടീച്ചറാണ്. ടീച്ചർ ഇത് 3ാമത്തെ പുസ്തകമാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോദിക്കേണ്ട താമസത്തിൽ തന്നെ അപ്പോൾ തന്നെ ഇത്തവണ ഞാൻ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് അത്രത്തോളം സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ടീച്ചറുടെ പഠന കാലയളവിൽ യൂണിവേഴ്സിറ്റി 9th റാങ്ക് പൊസിഷനിൽ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ഈ ഒരു വേളയിൽ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ പ്രതിവാര പുസ്തക നിരൂപണത്തിന് എത്തിച്ചേർന്ന കീർത്തന ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതിക്കുകയാണ്. ഒപ്പം ഇന്ന് ഈ ഒരു പരിപാടി കേൾക്കുവാനായി, ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള മറ്റധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, മറ്റു നല്ലവരായ ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ SNM ട്രെയിനിംഗ് കോളേജിന് വേണ്ടി, ലിറ്റററി ക്ലബിന് വേണ്ടി എൻ്റെ പേരിലും കോളേജിന്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. നന്ദി. നന്ദി നിതിൻ. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി MG യൂണിവേഴ്സിറ്റി BEd 9th റാങ്ക് പൊസിഷൻ നേടിയതും SNM-CCയിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഇപ്പോൾ ഹോളി ഫാമിലി സീനിയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ കീർത്തന വിജയനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിതിനും സ്വാതിക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പൊ എന്റെ പേര് കീർത്തന വിജയ്. നമ്മുടെ SNM ട്രെയിനിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 2022-24 ബാച്ചിലാണ് പാസ് ഔട്ട് ആയത്.
അപ്പൊ നിതിൻ പറഞ്ഞ പോലെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 2 പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ബി.എഡ് ലൈഫിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കള്, ടീച്ചേഴ്സ്, പിന്നെ ഈ ലിറ്റററി ക്ലബ്ബാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ വീക്ക്ലി ബുക്ക് റിവ്യൂ, വ്യാഴാഴ്ച വായനാഴ്ച, അതുപോലെ സഞ്ചരിക്കുന്ന പുസ്തകശാല, ഇതൊക്കെ ഞാൻ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ വീണ്ടും ഒരു പുസ്തകം പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മെൽ റോബിൻസിന്റെ 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. അപ്പൊ ഇത് സെൽഫ് ഹെൽപ്പ് ലിറ്ററേച്ചറിൽ പെടുന്ന ഒരു ബുക്കാണ്. ശരിക്കും ഈ സെൽഫ് ഹെൽപ്പ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ജോണർ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് അങ്ങനെ ഒരു പേര് കിട്ടുന്നത് 1859 സാമുവൽ സ്മൈൽസിന്റെ സെൽഫ് ഹെൽപ്പ് എന്ന പേരിലുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങിയിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത്. ഒരു പോസ്റ്റ് മോഡേൺ സ്വഭാവമുള്ള ഈ ഒരു സെൽഫ് ഹെൽപ്പ് ലിറ്ററേച്ചർ അല്ലെ ഇൻസ്പിറേഷണൽ ബുക്സ് ഇന്ന് നമുക്കിടയിൽ ഒരുപാട് പ്രബലമായിട്ട് തന്നെ നിൽപ്പുണ്ട് അല്ലെ. ഒരുപാട് മോട്ടിവേഷണൽ ബുക്സ് ഇപ്പോഴും പബ്ലിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബുക്ക് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ മൊമെന്റും വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനമോ ഒരു ആക്ഷനോ ഡിസിഷനോ അതോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു യെസ്സോ ഒരു നോയോ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചിലപ്പോൾ ഒരുപാട് വലിയ തീരുമാനങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കും അല്ലേ എടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ അതിപ്പോ കടന്നു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിത്തിൻ സെക്കൻഡ്സ് ആയിരിക്കും നമുക്കൊരു സ്പാർക്ക് കിട്ടുന്നത് അല്ലേ. എങ്ങനെയാണ് ഈ സെക്കൻഡുകൾക്ക് നമ്മുടെ ലൈഫിൽ ഇത്ര ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നമ്മുടെ ഓതറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചില ലിറ്റററി മൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂ ക്രിറ്റിസിസം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലോസ് റീഡിങ്ങിനാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ടെക്സ്റ്റിനെ മാത്രമേ വായിക്കാവുള്ളൂ എന്നാണ് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത്. അതിന്റെ ഹിസ്റ്ററിയോ ബാക്ക്ഗ്രൗണ്ടോ ഓതറിനെയോ ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ഓതറിനെ ഫോക്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം മെൽ റോബിൻസ് ആണ് ഈ ഒരു റൂള് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പൊ നമുക്കറിയണം എന്താണ് അതിന്റെ പിന്നിലെ റീസൺ. അതുപോലെ തന്നെ ഈ ഒരു 5 സെക്കൻഡ് റൂള് എന്ത് മാജിക് ആണ് മെൽ റോബിൻസിന്റെ ലൈഫിൽ ഉണ്ടാക്കിയെന്നും നമുക്കറിയണം അല്ലേ. അപ്പൊ ഈ ഒരു ബുക്ക് വായിക്കാൻ എടുക്കുമ്പോൾ ഇതിലൊരു 5ഓളം പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പാർട്സിലായിട്ട് 17ഓളം ചാപ്റ്റേഴ്സും നമുക്ക് കാണാൻ പറ്റും. എല്ലാ പാർട്ടിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്. ഞാൻ കുറച്ച് ക്ലൂസ് തരാം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ലൈഫിലെ വലുതും ചെറുതുമായ എന്ത് ഡിസിഷൻ എടുക്കാനും എന്തിനാ 4 പേരുടെ മുന്നിൽ സംസാരിക്കണമെങ്കിലും നമ്മളെ എക്സ്പ്രസ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു ക്വാളിറ്റി വേണം. വി നീഡ് ദിസ് ക്വാളിറ്റി. ആർക്കെങ്കിലും പറയാമോ ഏതാണ് ആ ക്വാളിറ്റി എന്ന്? ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ സി. കോൺഫിഡൻസ്. കോൺഫിഡൻസ് കറക്റ്റ് ആണ്. അതേപോലെ അർത്ഥം വരുന്ന വേറൊരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. സെയിം ആണ്, ഏകദേശം സിനോണിം പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറേജ്. ഓക്കെ, താങ്ക് യു മാം. സോ അത് കറേജ് ആണ്, ധൈര്യം. ദ പവർ ഓഫ് കറേജ്. കറേജ് ചേഞ്ചസ് യുവർ ബിഹേവിയർ, കറേജ് ചേഞ്ചസ് യുവർ മൈൻഡ്, കറേജ് ചേഞ്ചസ് എവറിത്തിങ്. ഇങ്ങനെയൊക്കെയാണ് ഓരോ പാർട്ടിനും ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ ഇവരായിട്ട് കറേജ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ എന്ന് എനിക്ക് ആദ്യം തോന്നി. പക്ഷെ ഞാനതൊന്ന് വായിച്ചു നോക്കിയപ്പോൾ സക്സസ്ഫുൾ ആകാൻ ലൈഫിൽ വേണ്ടി വരുന്ന എല്ലാത്തിന്റെയും ബേസ് അവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു വരാനുള്ള കഴിവ്, നമ്മുടെ ഐഡിയാസ് എല്ലാവരോടും പറയാനും നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുമുള്ള കഴിവ്, നമ്മുടെ വിശ്വാസങ്ങളിലും വാല്യൂസിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, ചില ദിവസങ്ങളിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനും മുന്നിലുള്ള പ്രതിസന്ധികളെ മറികടക്കാനും ഒക്കെയുള്ള കഴിവ്. ഇവിടെ എല്ലായിടത്തും കറേജ് ഉണ്ട് അല്ലെ. ധൈര്യം ഇല്ലെങ്കിൽ പലയിടത്തും നമ്മൾ തോറ്റുപോകും, പ്രത്യേകിച്ചും പ്രതിസന്ധികളിൽ. അപ്പൊ ലൈഫിൽ എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടാവില്ല അല്ലെ. ചില ദിവസം അടിപൊളിയായിരിക്കും, ചില ദിവസം അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നും ലൈഫ് ഒരുപോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വളരെ നോർമൽ ആയിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നത്തിങ് എക്സൈറ്റിംഗ്, നത്തിങ് ചലഞ്ചിങ്, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഒരു ലോങ് റണ്ണിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബോർഡ് അല്ലെ. നമുക്ക് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് എന്നും പ്രശ്നങ്ങൾ വേണമെന്നല്ല, നേരെ മറിച്ച് ഈ ചെറുതും വലുതുമായിട്ടുള്ള ചലഞ്ചസ് എന്തിനാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും മോശപ്പെട്ടതെന്ന് കരുതുന്ന ഒരു പ്രശ്നമായിരിക്കും നമുക്ക് കൂടുതൽ കരുത്ത് തരുന്നത്. ആ മൊമെന്റിൽ നമ്മൾ ചിലപ്പോൾ തളർന്നിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളത് ഓവർകം ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറും. എനിക്ക് ഇപ്പോഴുള്ളവർ എന്നെ കാണിച്ചു തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളാണ്. ഒരു സ്ട്രഗിൾ ലൈഫിൽ ഉണ്ടാകുന്നതിന് മുൻപുള്ള നമ്മളും അതിന് ശേഷമുള്ള നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ. ആ പ്രശ്നം വന്നതുകൊണ്ടാണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇടയ്ക്ക് എപ്പോഴോ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിന് പകരം
എന്നെ ഇതെന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു പേഴ്സ്പെക്റ്റീവ് അവിടെ ഉണ്ടായിരുവാണ്. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. എന്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ, വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു ഡാർക്ക്നെസ് ആണ്. പക്ഷെ നമ്മൾ മറുവശത്ത് എന്നെ എന്താണ് ഈ പ്രശ്നം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായ പ്രശ്നത്തിൽ ഞാൻ എന്തായിരുന്നു പഠിക്കേണ്ടത്, ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് ഒരു ലൈറ്റ് ആയിട്ട്, ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് മാറും. അപ്പോ ഇങ്ങനെ ഒരു ചിന്തയോട് കൂടി തന്നെ നമുക്ക് ആ ഒരു ലൈറ്റ്നെസ് ടു ബ്രൈറ്റ്നെസ്, ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ തരുന്ന ബുക്സ് ആണ് ഈ മോട്ടിവേഷണൽ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ഇത്രയും സെൽഫ് ഹെൽപ്പ് ലിറ്ററേച്ചർ, ഇത്രയും ബുക്സ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 2024-25 തന്നെ നമുക്ക് ഒരുപാട് ബുക്സ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലേ. വി ഓൾ വാണ്ട് ടു ബി അവർ ബെസ്റ്റ് വേർഷൻ. ഈ ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളുകൾ അവരെവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് മാത്രമല്ല ഇത് എഴുതുന്നത്. അവർക്ക് കിട്ടുന്ന ഒരു ഐഡിയ, അവർക്ക് തോന്നുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു റൂള് അവർ യൂസ് ചെയ്യുന്നു. അത് സക്സസ്ഫുൾ ആയി മറ്റുള്ളവർക്ക് അത് പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുമ്പോഴാണ് അവരത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെ. നമ്മളൊക്കെ ഒരുപാട് ഇൻസ്പിറേഷണൽ ബുക്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ്, റോണ്ട ബയറിന്റെ സീക്രട്ട്, ശിവഖേരയുടെ യു ക്യാൻ വിൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് ബുക്സ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഉള്ളത് 21st സെഞ്ചുറിയിലാണ് അല്ലെ. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് 21st സെഞ്ചുറി സ്കിൽസ് തന്നെ വേണം അല്ലെ. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു എയിമോട് കൂടി തന്നെയാണ് ഇന്ന് ഈ ബുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ദ പവർ ടു ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ നമുക്ക് ബുക്കിലേക്ക് പോവാം. ഇന്നത്തെ മെൽ റോബിൻസിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 16 വർഷങ്ങൾക്ക് മുമ്പുള്ള മെല്ലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അന്ന് അവർ 41 വയസ്സുകാരിയാണ്. ജീവിതത്തിൽ ആകെ മൊത്തം പ്രശ്നങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ടും വിവാഹ ജീവിതത്തിലും കരിയറിലും എന്തിനു സ്വന്തം സെൽഫ് എസ്റ്റീം പോലും ഇല്ലാതായിട്ട് സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് മെൽ റോബിൻസിന് ഉണ്ടായിരുന്നത്. നമ്മൾ ചിലപ്പോൾ പറയുന്ന പോലെ നമ്മുടെ കരിയർ പാത്ത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പാത്തിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുന്നതല്ല പ്രശ്നം. ഇവിടെ മെൽ റോബിൻസ് പറയുന്നുണ്ട് അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ പോലും തോന്നുന്നില്ല. അവർ എഴുന്നേൽക്കുന്ന തന്നെ ഒരു മടുപ്പോട് കൂടിയിട്ടാണ്. ഈ അലാം റിങ് ചെയ്യുന്ന കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, മേടിച്ച പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഈ വീട് നഷ്ടപ്പെട്ടേക്കാം, പിന്നെ അവരുടെ അക്കൗണ്ടിലുള്ള ആ ഒരു നെഗറ്റീവ് അക്കൗണ്ട് ബാലൻസ്, അവരുടെ ഫെയിൽഡ് കരിയർ, അവരെപ്പോഴും ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ആ അലാം ബട്ടൺ സ്നൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ അവര് ഒരു തവണയല്ല ഒരുപാട് തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവർ ആ ഒരു ഹാബിറ്റ് ലൂപ്പിൽ പെട്ടുപോകുമായിരുന്നു. അപ്പൊ മെൽ റോബിൻസ് പറയുന്നുണ്ട് 12 വർഷത്തിനിടയിൽ അവർ ഒരുപാട് ജോലികൾ മാറി മാറി ചെയ്തു, പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആയില്ല. അവസാനം അവരൊരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, അവര് മീഡിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഹസ്ബൻഡ് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ അപ്പോഴും വീണ്ടും ഫിനാൻഷ്യൽ ക്രൈസിസ് ആരംഭിക്കുകയാണ്. അങ്ങനെ അവർക്ക് അവരെ തന്നെയുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് TV സ്ക്രീനിൽ അവരൊരു ഇമേജ് കാണുവാണ്. അതൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരുന്നു. ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ഫൈനൽ 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ആയിരുന്നു. 5, 4, 3, 2, 1. അവിടെ അവർക്കൊരു സ്പാർക്ക് കിട്ടുവാണ്. 5 സെക്കൻഡ്സ്. ആ ഒരു 5 സെക്കൻഡിന് ശേഷം ആ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയരുവാണ്. അപ്പൊ അവർക്കുണ്ടായ ഒരു തോട്ടാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ദ മാജിക്കൽ 5 സെക്കൻഡ് റൂൾ. മെൽ റോബിൻസ് സ്വയം പറയുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്, ഐ വിൽ ലോഞ്ച് മൈസെൽഫ് ഔട്ട് ഓഫ് ബെഡ് ടുമോറോ ലൈക്ക് എ റോക്കറ്റ്. ഒരു റോക്കറ്റ് പോലെ അവരവരെ ലോഞ്ച് ചെയ്യും നാളെ രാവിലെ എന്നവർ തീരുമാനിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്പാർക്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണുമ്പോൾ ഇതൊരു കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരിക്കത്തില്ലേ. അടുത്ത മൊമെന്റിലേക്ക് നമ്മളത് മറക്കും അല്ലെ, നമ്മളത് വിട്ട് കളയും. അധികം ആയുസ് ഉണ്ടായിരിക്കില്ല അതിനല്ലേ. പക്ഷെ മെൽ റോബിൻസ് ലക്കിലി അവരത് ഫോളോ ചെയ്യാണ്. അവർക്ക് കിട്ടിയ ഒരു സ്പാർക്കിനെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഷീ ആക്ടഡ് ഓൺ ഇറ്റ്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഈ റൂള് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു 5 സെക്കൻഡ് വിൻഡോ ഉണ്ട്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ, അതായത് നമുക്കൊരു കാര്യം ചെയ്യണം, ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു തോന്നലൊക്കെ വരില്ല. ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇൻസ്റ്റിങ് ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ ഈ ഒരു 5 സെക്കൻഡ് വിൻഡോ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വരും. നമ്മളെ ബിൽഡ് ചെയ്യാനും നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ കെൽപ്പുള്ള ഒരാൾ. ക്യാൻ യു ഗസ്? ആർക്കെങ്കിലും പറയാമോ ആരായിരിക്കും അതെന്ന്? നമ്മുടെ ഒരു നമ്മുടെ അടുത്ത ആള് തന്നെയാണ്, നമ്മുടെ ബോഡിയിലുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, ഞാൻ തന്നെ പറയാം, അവർ ബ്രെയിൻ. അങ്ങനെ മെൽ റോബിൻസ് കൺഫേം ചെയ്യുവാണ് ദ പ്രോബ്ലം വാസ് വെരി ക്ലിയർ. എന്താണ് പ്രോബ്ലം? നമ്മുടെ ബ്രെയിൻ. അപ്പൊ നമ്മൾ തന്നെയാണ് പ്രോബ്ലം. ഇറ്റ് വാസ് മീ എന്ന് അവർ പറയാണ്.
അപ്പൊ നിങ്ങൾ അമേരിക്കൻ സിംഗർ ടൈലർ സ്വിഫ്റ്റിന്റെ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു, ആന്റി ഹീറോ എന്ന് പറഞ്ഞു. ആ സോങ്ങിൽ ഒരു ലൈൻ ഉണ്ട്, ഇറ്റ്സ് മീ, ഐ ആം ദ പ്രോബ്ലം, ഇറ്റ്സ് മീ. അപ്പൊ എപ്പോഴും നമ്മുടെ ലൈഫിലെ പ്രോബ്ലത്തിന്റെ ഒക്കെ കാരണം നമ്മളാണോ? എപ്പോഴും അല്ല, പക്ഷെ ചില സമയത്ത് അത് നമ്മളാണ് അല്ലെ. ഈ 5 സെക്കൻഡ് റൂള് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ബ്രെയിൻ നമ്മളെ പിൻവലിക്കുന്ന കാണുമ്പോൾ വി വിൽ ഗെറ്റ് ഷോക്ഡ്. ഒരു 5 സെക്കൻഡിലേക്ക് പോലും നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മളെന്ന് അത് നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മുടെ മെൽ റോബിൻസ് വിട്ടുകൊടുക്കുന്നില്ല. അവർ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ റൂൾ അങ്ങ് യൂസ് ചെയ്യുവാണ്. അപ്പൊ അവർ ഭയങ്കര ടയർഡ് ആയിട്ടിരിക്കുകയാണ്, അവർക്ക് എക്സസൈസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഷീ കൗണ്ട് ദാറ്റ് 5 4 3 2 1, ദെൻ ഷീ പുഷ് ഹെയർ ഔട്ട് ഓഫ് ദ ഡോർ ഫോർ എ റൺ. അവർ ഓടാനായിട്ട് പോവാണ് കഥ തുറന്ന്. അവര് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ മീനായിട്ട് സംസാരിക്കണം, അല്ലെ വഴക്കുണ്ടാക്കണം എന്നുണ്ട്. പക്ഷെ അവര് എന്ത് ചെയ്യാണ്, ഷീ കൗണ്ട് റിവേഴ്സ്ലി ദാറ്റ് 5 4 3 2 1. അങ്ങനെ അവരുടെ ടോൺ മാറ്റിയിട്ട് അവർ കൈൻഡർ ആയിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ മെല്ലെ റിയലൈസ് ചെയ്യുവാണ് ഇത് കൊള്ളാം, ഇത് ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ആക്ഷൻസ് ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കുന്ന പറയുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസിന് വലിയൊരു റിയാക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കും, എസ്പെഷ്യലി നമ്മുടെ കോൺഫിഡൻസിലും പ്രൊഡക്ടിവിറ്റിയിലും ഒക്കെ. ഈ ചെറിയ സ്റ്റെപ്സ് നമ്മളെ മുന്നോട്ട് നയിക്കും, അതിനൊരു മൊമെന്റം ഉണ്ട്, അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസ് ഓഫ് ഫ്രീഡം ആണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഫ്രീഡം, സെൻസ് ഓഫ് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ മെൽ ഡണീറ്റ് അവർ ആ ഒരു ഫസ്റ്റ് ആക്ഷനെ പറ്റി ടെഡെക്സ് ടോക്കിൽ പറയുന്നുണ്ട്. ആ ഒരു മോർണിംഗ്, അതായത് തലേദിവസം അവർ ആ ഒരു റോക്കറ്റ് ലോഞ്ചിന്റെ ഇമേജ് കണ്ട് കിടക്കുന്ന പിറ്റേന്ന് ആ ഒരു മോർണിംഗ് അതൊരിക്കലും മറക്കില്ലെന്ന് പറയുന്നു. മസാച്ചുസെറ്റ്സിലെ ഒരു കോൾഡ് ഡാർക്ക് വിന്റർ മോർണിംഗ് ആയിരുന്നു അത്. അവർക്കൊന്നും ഒന്നും ചെയ്യാൻ തോന്നിയിരുന്നില്ല, പക്ഷെ അവർ ഒരു കാര്യം ചെയ്തു, ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. ഷീ കൗണ്ടഡ് ബാക്ക്വേർഡ്സ് 5 4 3 2 1. അവർ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലെ അവരന്ന് അവരുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇത് തുടരെ തുടരെ അവർ ആരംഭിച്ചുകൊണ്ടിരുന്നു, ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അവർ ആദ്യമായിട്ട് ഈ റൂള് പബ്ലിക്കലി ഷെയർ ചെയ്യുന്നത് 2011 ടെഡെക്സ് ടോക്കിലാണ്. അപ്പൊ മെല്ലിനെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു മില്യണോളം ആളുകളാണ് ആ വീഡിയോ കണ്ടതും അത് അത്രയും വൈറലായി. അങ്ങനെ ആ കണ്ടവരൊക്കെ അവർക്ക് റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങി. അതാണ് ഈ ബുക്കിന്റെ ഒരു ഹൈലൈറ്റ്. ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അത് മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെ വർക്ക്ഔട്ട് ആയെന്ന് നമുക്ക് കാണാൻ പറ്റും. അവർ അയച്ച മെസ്സേജസും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ മെൽ റോബിൻസ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മെൽ റോബിൻസ് പറയുന്നുണ്ട് 80-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളാണ് അവർക്ക് റെസ്പോൺസ് അയച്ചു കൊടുത്തത്. So, നമ്മളൊക്കെ ആ സമയത്ത് വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു പക്ഷേ ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായി നമ്മൾ അവർക്ക് ഒരു റെസ്പോൺസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റെസ്പോൺസ് ആ ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നേനെ. അപ്പൊ ഇത്രയും അധികം ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിരുന്നു താൻ എങ്ങനെയൊക്കെയോ കണ്ടെത്തിയ ഒരു റൂൾ എന്ന് മെൽ റോബിൻസ് അതിശയിക്കുകയാണ്. അവരപ്പോൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. ഏകദേശം 3 വർഷത്തോളം അവർ വായിച്ച് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡെവലപ്ഡ് വേർഷൻ ആയിട്ടുള്ള 5 സെക്കൻഡ് റൂൾ ഉണ്ടാകുന്നത്. ഈ പെർഫെക്ഷനിസവും അനാലിസിസ് പാരാലിസിസും ഒക്കെ ഉള്ളവർക്ക് ദിസ് വിൽ ബി ദ ബെസ്റ്റ് റൂൾ എവർ. ഇപ്പോൾ അനാലിസിസ് പാരാലിസിസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെ തോന്നും, ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട്. പക്ഷെ നമ്മളിത് ഡെയിലി നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ പോലെ ഒരു ഓവർ തിങ്കർ ആണെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസിലി. കാര്യം നമ്മളൊരു കാര്യം ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എൻവയോൺമെന്റിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരണം, നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി തിരയണം. ഇവിടെയൊക്കെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? എന്ത് കാര്യത്തിനെ ഓവറായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാത്തൊരു സ്റ്റേറ്റിലെത്തും, ഒരു അനാലിസിസ് പാരാലിസിസ്. അവിടെ ആ ഒരു അനാലിസിസ് ഫേസ് മാത്രമേ ഉള്ളൂ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഇതുപോലെ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മളത് സ്റ്റാർട്ട് ചെയ്തു, വേണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെ പോരാ, കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതും നീട്ടി വെക്കുവാണ്. അപ്പോഴും നമ്മൾ എവിടെയാണ്? ആ സെയിം സ്റ്റേജിൽ തന്നെ തുടരുകയാണ്. ലൈക്ക് ദ റോക്കറ്റ്, ഒരു 5 സെക്കൻഡിൽ നമുക്കൊരു ഗ്രേവ് ആക്ഷൻ ഉണ്ടാക്കാം. ഈ 5 സെക്കൻഡ് റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യം ഡിസൈഡ് ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ. നമുക്കൊരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. നെഗറ്റീവ് എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ അത് തിരയാനായിട്ട് നമുക്ക് മുൻകൈ എടുക്കാം. സോ നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ മിറാക്കിൾസ് വിൽ ഹാപ്പൻ. ഇത് ഒരിക്കലും ഒരു മിത്തല്ല, ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോ അങ്ങനെയൊന്നും അല്ല. മെൽ റോബിൻസ് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് എന്താണ് ഈ റൂൾ എന്ന്. ദിസ് ഇസ് സയൻസ്. ആക്ച്വലി ഇതൊരു മെറ്റാ കൊഗ്നിഷൻ ടൂൾ ആണ്. നമ്മുടെ ബ്രെയിനിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്ത് ട്രിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇതൊരു മെറ്റാ കൊഗ്നിറ്റീവ് ടൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് മെൽ റോബിൻസ് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു ഇൻസ്റ്റിങ് ഉണ്ടാവുമല്ലോ, ഒരു ഫീല്, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീല് വരുന്ന സമയത്ത് അതെന്തോ ആയിക്കോട്ടെ, ഒരു ഗോൾ ആയിക്കോട്ടെ, ഒരു കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ, എന്തോ ഒരു മൊമെന്റിൽ നമ്മൾക്ക് എടുക്കേണ്ട ഒരു ആക്ഷൻ ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യണം.
ബ്രെയിനിനെ സംസാരിക്കാൻ നമ്മൾ അനുവദിക്കരുത്, അതിനൊരു അഭിപ്രായം പറയാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയാം, പക്ഷെ എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്, കുറച്ച് ഡൗട്ട്, പേടി, ഞാൻ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിങ്റ്റും പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൗണ്ട് ചെയ്യുക 5 4 3 2 1 ആൻഡ് നമ്മൾ ഒരു ഫിസിക്കൽ ആക്ഷനും കൂടെ ഒന്ന് കൊടുക്കുക. അപ്പൊ ഉറപ്പായിട്ടും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മെൽ റോബിൻസ് പറയുന്നുണ്ട് നമ്മളെപ്പോഴും റിവേഴ്സ് ആയിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. നേരെ തിരിച്ച് നോർമലി കൗണ്ട് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യും പോലെ നമ്മൾ 5 സ്റ്റാർട്ട് ചെയ്ത് 1 നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. സോ എങ്ങനെയാണ് ഇത് ബ്രെയിനെ ട്രിക്ക് ചെയ്യുന്നതെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് മെൽ റോബിൻസ് നമ്മുടെ നൈക്കിയുടെ ടാഗ് ലൈനെ പറ്റി പറയുന്നുണ്ട്, ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ശരിക്കും ഇത് ടാഗ് ലൈനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ലല്ലേ, നമുക്കിനി വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഡു ഇറ്റ്, ആ ആക്ഷൻ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതും ജസ്റ്റ് എന്ന ഒരു പദം കൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. നമ്മളോട് ഒരിക്കലും പെർഫെക്റ്റ്ലി ഡു ഇറ്റ് എന്നല്ല പറയുന്നത്, ആ ജസ്റ്റ് നമ്മളെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരുന്നുണ്ട് ആ ഒരു ടാസ്ക്. ഇതുപോലെ തന്നെയാണ് 5 സെക്കൻഡ് റൂളും. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റൂൾ ഉപയോഗിച്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഗ്രേറ്റ് ഡിഫറൻസസ് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ആക്ച്വലി ഈ റൂൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ചിലപ്പോഴൊക്കെ ലൈഫിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആദ്യം തിരയുന്ന ഒരു സപ്പോർട്ടായിരിക്കും. അപ്പോ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ യു ആർ ലക്കി, അത് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ, നിങ്ങളെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ചില സന്ദർഭങ്ങളിൽ, ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് എപ്പോഴും തോന്നുമ്പോൾ ഞാൻ ചെയ്ത ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുമായിരുന്നു, ഇന്ന ആള് വരും, മനസ്സിലാക്കും, കൂടെ നിൽക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിനക്ക് കഴിവുണ്ട്, നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ യുവർ ലൈഫ് യു ആർ ലക്കി. ബട്ട് എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല അല്ലെ. ഇഫ് യു വാണ്ട് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ് യു ക്യാൻ യൂസ് ദിസ് റൂൾ. ഇതിനെ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ആഫ്റ്റർ ഓൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനും ബേസ് നമ്മുടെ ഫീലിങ്സ് ആയിരിക്കും, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിരിക്കുമല്ലോ നമ്മുടെ ലൈഫ്. അപ്പൊ നമ്മളെ ഡൗൺ ആക്കാനും നമ്മളെ ഉണർത്താനും ഒക്കെ നമ്മുടെ ഈ ഒരു ഫീലിങ്സിന് പറ്റും, ആ ഒരു ഇൻസ്റ്റിങ്ങിന് പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും വിത്ത് എ സഡൻ ആക്ഷൻ. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക്, എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഇതിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മെൽ റോബിൻസ് പറയുന്നുണ്ട് സൂയിസൈഡൽ തോട്ടിൽ നിന്ന് പോലും ആൾക്കാരെ ഇത് ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, അത്രയും പവർഫുൾ ആണ് ഈ ഒരു തോട്ട്. 13 പേര് സൂയിസൈഡിൽ നിന്ന് അവരെ ഈ ഒരു റൂള് രക്ഷിച്ചതായിട്ട് മെൽ റോബിൻസിനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരാളുടെ എക്സാമ്പിൾ ഞാൻ കണ്ടിരുന്നു ബുക്ക് വായിക്കുന്ന സമയത്ത്. അപ്പൊ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് മെല്ലെ ഷെയർ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പല മേഖലകളിൽ ഈ റൂൾ യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് ബുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളൊരു മിത്താണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഒരു ഐഡിയ ആണ് എന്ന് തോന്നില്ല. ഒരു റിയാലിറ്റി, എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഈ 5 സെക്കൻഡ് റൂൾ അവർ അപ്ലൈ ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടായത്, ആ ഒരു റിയാലിറ്റിയാണ് ത്രൂ ഔട്ട് ദ ബുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കൊരു ആക്ഷൻ എടുക്കണമെന്ന് തോന്നുമ്പോൾ വിത്തിൻ 5 സെക്കൻഡ്സ് നമ്മൾ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ആ ഇൻസ്റ്റിങ്റ്റിനെ അങ്ങ് ഇല്ലാതാക്കും. ബ്രെയിൻ വിൽ കിൽ ഇറ്റ്. ഇപ്പൊ റിവേഴ്സ് ആയി കൗണ്ട് ചെയ്ത് ഒരു ബോഡി മൂവ്മെന്റും കൂടെ കൊടുക്കുമ്പോൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു എനർജി നമുക്ക് കിട്ടുവാണ്. ഇപ്പൊ നിങ്ങൾ കിടക്കുവാണെന്ന് വിചാരിക്കുക, നമുക്ക് എഴുന്നേക്കണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ 5 4 3 2 1 കൗണ്ട് ചെയ്ത് നമ്മൾ എഴുന്നേക്കുവാണ് പെട്ടെന്ന്, ആ ഒരു ബോഡി മൂവ്മെന്റ് കൂടെ കൊടുത്തു. സോ ബ്രെയിൻ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി, ഒരു പുതിയൊരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി അവിടെ കിട്ടുവാണ്. അത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ബ്രെയിൻ എങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ കബളിപ്പിക്കുന്നത് ചില സമയങ്ങളിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണിക്കൂറോളം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് അത് ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കി തരും. നമ്മളെപ്പോഴും റിസ്ക് ഒന്നും എടുക്കാൻ സമ്മതിക്കാതെ സേഫ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അത് ശ്രദ്ധിക്കും. അതുപോലെ ഇതൊക്കെ നമ്മളെ ഹാപ്പി ആക്കാനാണ് ആക്ച്വലി നമ്മുടെ ബ്രെയിനും മൈൻഡ് സെറ്റും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ തോൽപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം വന്നിട്ടുള്ള കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് പറയത്തില്ല. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച്, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ യൂസ്ഡ് ആയി, ഇങ്ങനെ അഭിപ്രായങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ അങ്ങനെ ഒരാളായിട്ട് മാറി. അപ്പൊ ഇതെനിക്ക് കാലക്രമേണ കൊണ്ടുതന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ അഭിപ്രായം ഇല്ലാത്ത ആള്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇല്ലാത്ത ആള് എന്നൊക്കെ പറയും ചില ഫ്രണ്ട്സ് ഒക്കെ. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയങ്ങളും വാല്യൂസും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ വി ആർ അഫ്രൈഡ് ടു എക്സ്പ്രസ് ഇറ്റ്. എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ റൂൾ അങ്ങോട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടല്ലോ, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹെസിറ്റേഷൻ. ഇങ്ങനെ ഒരു ഈ ഒരു പ്രശ്നം കാരണമാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇങ്ങനെ ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ വിത്തൗട്ട് തിങ്കിങ് വി ക്യാൻ യൂസ് ദിസ് റൂൾ.
നമ്മുടെ ബ്രെയിൻ എന്തിൽ നിന്നൊക്കെയാണ് പിൻവലിക്കാൻ നോക്കുന്നത്, അപ്പോഴൊക്കെ നമ്മൾ റിവേഴ്സ് കൗണ്ട് ചെയ്യുക, ഡു ഇറ്റ്. ഒരു ആക്ഷൻ, ഒരു ഫിസിക്കൽ ആക്ഷൻ ചെയ്യുക, then you will get the energy to do it. അപ്പൊ നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നല്ലൊരു ആശയം നമ്മുടെ മനസ്സിൽ വന്നു. പക്ഷെ ഈ ഹെസിറ്റേഷൻ കാരണം നമുക്ക് നമ്മുടെ കൈ പൊക്കാനോ നമുക്കത് പറയാനോ പറ്റുന്നില്ല. ഈ ഹെസിറ്റേഷൻ വരുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ബ്രെയിനിലേക്ക് നെഗറ്റീവ് സിഗ്നൽസ് പാസ് ചെയ്യും, സ്ട്രെസ് സിഗ്നൽസ് പാസ് ചെയ്യും. അപ്പൊ ബ്രെയിൻ കോൺഷ്യസ് ആവും, എന്താണ് ഇപ്പൊ ഹെസിറ്റേഷൻ വന്നത്, എന്താ സംഭവിച്ചത്. എന്നിട്ട് ബ്രെയിൻ ഒരു മില്യൺ വഴികൾ നമുക്ക് പറഞ്ഞു തരും അത് ചെയ്യാതിരിക്കാനായിട്ട്. നമ്മൾ കൈ പൊക്കിയല്ലേ പ്രശ്നമുള്ളൂ, നമ്മൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ സേഫ് ആണ്, കംഫർട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഇരുത്താനായിട്ട് ഒരു 100 വഴികൾ അത് ശ്രമിക്കും. അപ്പൊ ബ്രെയിൻ എപ്പോഴും ഇതിന് പറയുന്നത് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്നാണ്. ബ്രെയിൻ എപ്പോഴും റിസ്ക് അവിടെ ഉണ്ട്, ഒരു സ്ഥലത്ത് റിസ്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിലേക്ക് വിടാതിരിക്കാനായിട്ട് മാക്സിമം ചെയ്യും. അപ്പൊ ആ ഒരു മൈക്രോ മൊമെന്റിനെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മുടെ ബ്രെയിനിന് ഒരു ഡീഫോൾട്ട് മോഡ് ഉണ്ട് എപ്പോഴും. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നു, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഡീഫോൾട്ട് എങ്ങനെ കിടക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് ഒന്നും ഓർക്കാതെ തന്നെ പറയാൻ പറ്റും, എന്റെ എപ്പോഴും ഓവർ തിങ്കിങ് ഉണ്ടാവും, ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, സെൽഫ് ഡൗട്ട് ഉണ്ടാവും, പിന്നെന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നത് എന്ത് പ്രശ്നം വന്നാലും. കാരണം നമ്മൾ അങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒരു ഡിഫോൾട്ട് മോഡ് അതാണ്. പക്ഷെ ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് ടെക്നിക്ക് 5 സെക്കൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ പിന്നിലെ സയൻസിനെ പറ്റി മെൽ റോബിൻസ് പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു 5 സെക്കൻഡ് റൂൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡീനെ അത് അഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇമ്പൾസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്കൊരു ഏർജ് വന്നു, എനിക്കൊരു കാര്യം ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് നമുക്ക് തോന്നുവാണ്. ഇത് വളരെ കൃത്യമായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ തോന്നുമായിരിക്കും അല്ലെ. പല സംഭവങ്ങൾ നടക്കുമ്പോഴും എനിക്കത് ചെയ്യണം, എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, ഈ ഒരു സംഭവം വരെ വളരെ കറക്റ്റ് ആണ്, നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡോപ്പമിൻ സർജ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആക്ടിവേഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രെയിനിന്റെ ഡീഫോൾട്ട് ഓൺ ആവുകയാണ്. അപ്പൊ അവിടെ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് ഡൗട്ട്, ഓവർ തിങ്കിങ്, നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇതൊക്കെ സ്റ്റാർട്ട് ആവും. ഈ ഒരു സമയത്താണ് മെൽ റോബിൻസ് പറയുന്നത് നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യുക. അപ്പൊ തേർഡ് ആയിട്ട് നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുവാണ്, 5 4 3 2 1. ഈ സമയത്ത് എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഡീഫോൾട്ട് ഒന്ന് ഡിസ്ട്രപ്റ്റ് ആവും, അതൊന്ന് ഷേക്കൻ ആവും പെട്ടെന്ന്. അങ്ങനെ നമുക്ക് ആ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ആ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഈ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ഹാബിറ്റിന്റെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നീട് നടക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും പ്ലാനിങ്ങും എക്സിക്യൂഷന്റെ ഒക്കെ ഒരു പവർ ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീഫോൾട്ടിനെ ഒന്ന് ഡൗൺ ചെയ്യുമ്പോൾ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് മുന്നിലേക്ക് വരുവാണ്. അപ്പൊ നമ്മൾ ഒരു ആക്ഷൻ ചെയ്തു. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിത്തിൻ 5 സെക്കൻഡ്സ് ഒരു ആക്ഷൻ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ആക്ഷൻസ്. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ഡോപ്പമിൻ റിലീസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുവാണ് ഇനി ഇതുപോലെ ചെയ്യാനായിട്ട്, ആക്ഷൻസ് ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിനിന്റെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ പോർഷനിൽ കുറെ ഇമോഷൻസ് ഇരിപ്പുണ്ട്. നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്ത നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസ്, ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മളൊന്ന് തകർക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു റൂൾ യൂസ് ചെയ്യുന്നതോടെ. നമ്മൾ 5 4 3 2 1 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഷേക്കൺ ആവും, ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഈ സമയത്ത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണരുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കറേജിനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാം, നമ്മുടെ ലൈഫിന്റെ എല്ലാ ഏരിയസിലും ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ വളരെ അതിശയകരമായിട്ടുള്ള 5 സെക്കൻഡ് റൂൾ ആണ്. നിങ്ങൾ എല്ലാവരും അതിനെ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇന്നത്തെ നമ്മുടെ മെൽ റോബിൻസ്, നമ്മൾ കണ്ട മെൽ റോബിൻസ് 41 വയസ്സുകാരിയായിട്ടുള്ള മെൽ റോബിൻസ് ജീവിതത്തിൽ ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. അപ്പൊ അവിടെയാണ് അവർക്ക് ആ ഒരു ഇമേജിൽ നിന്ന്, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ഇമേജിൽ നിന്ന് അവർ ഒരു റൂൾ ഫോം ചെയ്തെടുക്കുന്നത് അല്ലെ. ഇന്ന് അവർ എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്, പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ആണ്, ലോയർ ആണ്. ഹൗ ടു സ്റ്റോപ്പ് സ്ക്രൂയിങ് യുവർ സെൽഫ് ഓവർ എന്ന ടെഡെക്സ് സെൽഫ് ടോക്കിലൂടെ ഈ 5 സെക്കൻഡ് റൂള് എന്ന മാജിക്കൽ റൂള് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവർ എത്തിച്ചു. ദ 5 സെക്കൻഡ് റൂൾ, ദ ഹൈഫൈ ഹാബിറ്റ്, ദ ലെറ്റ് ദം തിയറി എന്ന 3 ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിന്റെ ഓഥറാണ്. 1.5 മില്യൺ വീക്ക്ലി ഡൗൺലോഡ്സും 194 കൺട്രീസിൽ നിന്ന് ലിസണേഴ്സും ഉള്ള ദ മെൽ റോബിൻ പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ മെൽ റോബിൻസ്. അപ്പൊ ഇന്ന് ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്ത ഒരു റോക്കറ്റ് പോലെ അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെൽ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടർ വുമണിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതൽ അറിഞ്ഞത്.
അപ്പോൾ അവര് 3 വർഷം റിസർച്ച് ചെയ്ത് എഴുതിയ ബുക്കിന്റെ വളരെ കുറച്ച് പോർഷൻ മാത്രമേ എനിക്ക് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ ബുക്ക് വായിക്കണം. ആക്ച്വലി നമ്മൾ ഈ ബുക്ക് വായിക്കുകയല്ല ചെയ്യുന്നത്, പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററിലും ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു പവർഫുൾ റൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഹീരാ മിസ്സിനും കൃഷ്ണകുമാർ മാഷിനും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി കീർത്തന വിജയ്. മനോഹരമായ ഒരു നിരൂപണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അടുത്തതായി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം, സംശയങ്ങൾ ചോദിക്കാം. എല്ലാവരെയും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ് കീർത്തന, ടീച്ചറാണ്. ഹായ് മാം. മനസ്സിലായി മിസ്, പറഞ്ഞു. കേട്ടിരിക്കുകയായിരുന്നു. വളരെ നന്നായിരുന്നു ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞത്. കേട്ടിങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. 5 സെക്കൻഡ് റൂളിനെ കുറിച്ചും മെൽ റോബിൻസിന്റെ ആ ചരിത്രം കേട്ടപ്പോൾ ഞാനും മോട്ടിവേറ്റഡ് ആയി. വളരെ നല്ലൊരു ഐഡിയ ആണ് കീർത്തന ഈ ബുക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ എല്ലാവർക്കും പകർന്നത്. കീർത്തനയുടെ ആ ശബ്ദം വീണ്ടും കേൾക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. കോളേജിൽ ഉള്ളപ്പോഴും കീർത്തന നന്നായിട്ട് ബുക്ക് അവതരിപ്പിക്കുമായിരുന്നു. വീണ്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വരുവാൻ തോന്നിച്ചതിലും ഒക്കെ വളരെ സന്തോഷിക്കുന്നു. ഈ റോള് കുറേ നല്ല പോയിന്റ്സുകൾ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഡാർക്ക്നെസ്സിനെ കുറിച്ച് ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് എന്തിനെ നമ്മളെന്താ പഠിപ്പിക്കുന്നതെന്നും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ലൈറ്റിലേക്ക് പോകുന്നതും ഒക്കെ വളരെ നന്നായി തന്നെ കീർത്തന പറഞ്ഞു തന്നു. പിന്നെ ആ 5 സെക്കൻഡ്സ് റൂൾ എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തന്നെ ഈ ഒരു കേൾവിയിലൂടെ എനിക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഇനിയും വരണം കീർത്തന പുസ്തകമായിട്ട് കേട്ടോ. വരാം മിസ്, വരാം. നല്ല നല്ല പുസ്തകങ്ങളെ കീർത്തന അങ്ങനെ പരിചയപ്പെടുത്തണം. അപ്പോ നന്നായി വരട്ടെ കേട്ടോ. ശരി, താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. കീർത്തന മാം, എൻ്റെ പേര് നിജീഷ് കാരിക്കറ്റാണ്. ഹലോ. പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ കാരണം ഇത് ഒരു 3 വർഷം മുന്നേ എനിക്ക് പാനിക് അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടായിരുന്നു, നവീൻ ഇൻസ്പയർ. അപ്പോൾ യൂട്യൂബിലൂടെ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇതാദ്യം പറ്റിയ ടൂൾസ്. ഞാൻ അറിയില്ല ഇത് ഇത്രയും ഒരു സംഭവം എന്നുള്ളത് ഞാൻ അത്ര മനസ്സിലായി. പക്ഷേങ്കിൽ ഇതിൽ ഇത്രയും ഉണ്ട് എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ അത് എങ്ങനെയാണെന്ന് പാനിക് അറ്റാക്ക് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് പോകാറില്ല, പേടി. അതുവരെ ഞാൻ ശരിക്ക് നല്ല എല്ലാ സ്ഥലങ്ങളിലും, കല്യാണ വീട് എല്ലാ സ്ഥലങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് വന്നൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് അത് എനിക്ക് ബ്ലോക്കായി. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ കടയിലോ അടുത്ത വീട്ടിലോ ഒരു പരിപാടിക്കും പോകാറില്ല. അങ്ങനെ ഈ നവീൻ സാറോട് സംസാരിച്ചപ്പോൾ മൂപ്പർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇത് ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കും. രാവിലെ എഴുന്നേൽക്കും മടി പറഞ്ഞ് ഞാൻ പറയും. പക്ഷെ ഞാനത് മറന്നുപോയി കുറച്ച് കാലം. ഇന്നലെ മുതൽ എനിക്ക് പെട്ടെന്ന് ഈ നട്ടലിന് ചെറിയൊരു പെയിന് വന്നിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കുറച്ച് എമൗണ്ട് വേണം ഇനി, എന്നാലേ അത് കുറച്ച് എനിക്ക് അത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നലെ മുതൽ ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പിന്നെയും വന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പെയിൻ, ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അത് 5 4 3 2 1 0 സ്റ്റാർട്ട് പറഞ്ഞിട്ട് അത് ആ പെട്ടെന്ന് എനിക്ക് ജോലിക്ക് വേണ്ട ഒരു പവർ കിട്ടി. ഇത് എന്തായാലും ഞാൻ മാമിൻ്റെ ഇന്നത്തെ ഇത് ക്ലാസ് കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഞാൻ വെറുതെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അജിത് സാറ് എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് അജിത് സാറും ആണ്.
അപ്പോൾ അൽസാറിൻ്റെ അടുത്താണ് ഞാൻ ലാസ്റ്റ് എത്തിപ്പെട്ടത്. അപ്പോൾ അൽസാർ എനിക്ക് ഇന്ന് ഇത് അയച്ചു തന്നത് അൽസാറിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയണം. ഒന്നുകൂടി കേൾക്കാനും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഒന്നുകൂടി നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. അവിടെ എല്ലാവർക്കും നന്ദി. താങ്ക്സ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. റിയൽ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെ കാണാൻ പറ്റിയല്ലോ ഈ ഒരു മീറ്റിലൂടെ. അതെ. താങ്ക് യു. നമസ്കാരം ടീച്ചർ. എൻ്റെ പേര് നമസ്കാരം. സംഗീത. പറഞ്ഞോളൂ മാം. ടീച്ചർ ഒരു സംശയം ചോദിക്കട്ടെ? നമ്മൾ ഈ പറഞ്ഞില്ലേ കൗണ്ട് ചെയ്യത്തില്ലേ, അപ്പൊ റിവേഴ്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും മറുപടി കൊടുക്കുന്ന സമയത്ത് ഇത് പ്രായോഗികമാണോ? ചില സമയത്ത് തോന്നും കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അത്തരം സമയങ്ങളിൽ ഇതിന്റെ ഒരു പ്രയോഗം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മളൊരു കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം വേണം തോന്നുവാണെങ്കിൽ യു ക്യാൻ തിങ്ക്. പക്ഷെ അതിനു മുമ്പ് നമുക്കിത് പറയാനായിട്ടുള്ള ഒരു കറേജ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കും ഇത് യൂസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഡിസിഷൻസ് പെട്ടെന്ന് ലൈഫിൽ എടുക്കണമെന്ന് പറയുന്നില്ല. നമുക്കത് ചിന്തിക്കാം. ചിന്തിച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരത്തില്ലേ ചില സമയത്ത്, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് 5 4 3 2 1 കൗണ്ട് ചെയ്തിട്ട് അതങ്ങ് പറയാം, തുറന്ന് പറയാം. ഇപ്പോ മാമിന് കുറച്ച് ടൈം എടുക്കണം തോന്നുവാണെങ്കിൽ എടുക്കാം. ആൻഡ് ഡിസിഷൻ അങ്ങനെ ടൈം എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വിത്തൗട്ട് എനി ഡിലേ ഇത് യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു. കീർത്തന വളരെ നല്ല അവതരണമായിരുന്നു. ഒരു സുസ്മിത മിസ് പറഞ്ഞ പോലെ ഒരു വട്ടം കൂടി കീർത്തനയുടെ അവതരണം കേൾക്കുക, അതുകൊണ്ടാണ് ഞാൻ കേറിയത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുസ്തകം ടൈം കിട്ടണമെങ്കിൽ എന്തായാലും വായിക്കണം. നല്ല ഇഷ്ടായി. കാരണം എപ്പോഴും പ്രതിസന്ധികൾ ഇങ്ങനെ ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ട്രെങ്ത് നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചറിയാൻ ഈ പുസ്തകം ഹെൽപ്പ് ചെയ്യുമെങ്കിൽ എന്തായാലും വായിക്കും. താങ്ക് യു സോ മച്ച് അർച്ചിത. അയ്യോ, ഒരുപാട് സന്തോഷം. ഹലോ മാം. ഹായ് എൻ്റെ മാം, പേര് പറഞ്ഞു. സിന്ധു. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ബൽറൂബിൻ്റെ ഈ പുസ്തകത്തിനെ കുറിച്ച്. അതിനുശേഷമാണ് എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യമൊക്കെ അലാറം അടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് കട്ട് ചെയ്ത് വീണ്ടും കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ്, പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ബുക്കിന്റെ റിവ്യൂ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിലാണ്, എവിടെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ആ രാവിലത്തെ ആ ഒരു ശീലം ചെറിയതാണെങ്കിലും ഒന്ന് മാറ്റി വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന്. ആദ്യമൊക്കെ മടിയായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ എന്നിലേക്ക് ആ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചു. ആ 5 സെക്കൻഡ് റൂള് ഞാൻ അതെൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ മാറ്റം പിന്നെ ഒരിക്കൽ പോലും ഞാൻ എന്താ പറയാ, അലാറം അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങുന്ന സ്വഭാവം മാറ്റി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഞാൻ എഴുന്നേറ്റിട്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ അതൊരു മാറ്റം വലിയ വരുത്തി. അച്ചീവ്മെന്റ് ആണ് മാം. അത് തന്നെയാണ് മെൽ റോബിൻസ് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തവർക്ക് മുന്നിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു മാം. താങ്ക് യു. ഹലോ കീർത്തന. ആ മിസ്സേ. ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് എന്താ പറയാ, ആഴങ്ങളിലേക്ക് പോയി ഓരോന്നെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു പുസ്തകം എന്താ പറയാ, ഒരുപാട് എക്സാമ്പിൾസിലൂടെയാണല്ലോ ഇവരിങ്ങനെ
വലിയ വലിയ അതെ പേഴ്സണാലിറ്റീസിൻ്റെ ജീവിതം മാറ്റിമറിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. പിന്നെ ഇതേപോലെ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും കൂടി കൊണ്ടുവന്നിട്ട് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചോയ്സാണ് ഈ പുസ്തകം എടുത്തതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിലും ആദ്യമേ തന്നെ കീർത്തനയ്ക്ക് വലിയൊരു കൺഗ്രാജുലേഷൻസ്. കാരണം വളരെ താങ്ക് യു റെലവൻ്റ് മിസ്. ആയിട്ടുള്ളൊരു പുസ്തകമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ജീവിതത്തിലൊക്കെ നമുക്ക് പല പ്രതിസന്ധികളും അതൊക്കെ ഇങ്ങനെ തരണം ചെയ്യേണ്ടി വരുമ്പോഴും അല്ലേ, ഇങ്ങനെ ഒരു അതെ അതെ. സ്റ്റോപ്പ് പോയിന്റ് ജീവിതത്തിൽ ഉം. വരുമ്പോൾ അപ്പോൾ കീർത്തനയ്ക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു അതെ അതെ പൊസിഷൻസ് ഒക്കെ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും. ഉണ്ടായിട്ടുണ്ടാവും. അതെ ആ, അതെ. അപ്പോൾ അത് നമുക്ക് റിലേറ്റ് ചെയ്യാനും കൂടി കഴിയുമ്പോഴാണ് ആ ഒരു പുസ്തകത്തിന് കുറച്ചും കൂടി മൂല്യം ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെ ഒരു ഓഡിയോ ബുക്ക് അവൈലബിൾ ആണല്ലോ, ഞാൻ അതിൽ ഓഡിയോ ആണ് കേട്ടത്, പുസ്തകം ഉം, ഉം, ഉം. നേരിട്ട് വായിച്ചില്ലെങ്കിൽ. പക്ഷെ അത് വളരെ രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന റൂൾസ് എല്ലാം നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഫോർ ഷുവർ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ അല്ലേ, നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കറേജ് ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഉറപ്പായിട്ടും. തരത്തിലാണത്. അപ്പോൾ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഈ ഒരു മൂന്നാമത്തെ പുസ്തകം വളരെ നല്ലൊരു പുസ്തകം തന്നെ അവതരിപ്പിച്ചതിൽ. കൂടുതലായിട്ട് പറയുന്നില്ല, മറ്റുള്ള എല്ലാവരോടും ഒന്ന് ചേരുക, സംശയങ്ങളൊക്കെ ചോദിക്കുക അല്ലേ. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും എനിക്കറിയാം. ഇപ്പോൾ ബ്രൂസ്ലി മാഷൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കൂടി എന്നോട് ചേർത്ത് വെക്കാൻ അപേക്ഷിക്കുകയാണ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ടു യു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മിസ്. കീർത്തന, വലിയ സന്തോഷം, മാഷേ. വലിയ വലിയ സന്തോഷം. ഇതില് ഒരുപാട് പേര് നമുക്ക് പുറത്തുനിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരു മൈൻഡ് പ്ലസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ അതിലും ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് അജിത് സാറും അജിത് സാർ എന്ന് പറഞ്ഞത് മൈൻഡ് പ്ലസിലെ ഒരു ചീഫ് മെൻറ്ററാണ്. അപ്പോൾ ഇതൊരു കേവലം ബുക്ക് റിവ്യൂ എന്നതിനപ്പുറം ഒരു മോട്ടിവേഷണൽ ക്ലാസ് ആണ് എന്ന് ഞാൻ അയച്ചതിൽ അങ്ങനെ അടിയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. ഒരു പുസ്തക നിരൂപണം എന്നതിനേക്കാൾ നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു അത്. അച്ചട്ടായി ആ വാക്യം. നല്ലൊരു മോട്ടിവേഷണൽ ക്ലാസ്സും കൂടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ബട്ടൺ ഉപയോഗിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ഒന്ന് ക്ഷമിച്ച് ഇപ്പൊ പറയാതെ, അല്ലെങ്കിൽ ഇന്ന് രാത്രി മറുപടി മെസ്സേജ് അയക്കാതെ, അല്ലെങ്കിൽ മറുപടി കൊടുക്കാതിരിക്കലാണ് ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്ന അതൊക്കെ വേറൊരു വിഭാഗത്തിനുള്ളതാണ്. ഒട്ടും ഇങ്ങനെ നിഷ്ക്രിയമായിട്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒട്ടും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മുഴുവനും ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് എന്തൊക്കെ വിപരീത ചിന്തകളും വികാരങ്ങളും വരാം, അതിൻ്റെയൊക്കെ ഒരു വാൾക്കന പോലെ ഇരിക്കുന്ന അവസ്ഥ. പൊട്ടിത്തെറിക്കൊന്നുമില്ല, അതിങ്ങനെ വീർത്തിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്കുള്ളൊരു മനോഹരമായൊരു മരുന്നാണ് ഈ പുസ്തകം. കീർത്തന പറഞ്ഞത് വളരെ ശരിയാണ്. അത് പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന ഒരു പുസ്തകമല്ല സത്യത്തിൽ. ഒരു നോട്ട് ബുക്കൊക്കെ സൈഡിൽ വെച്ച് വേണമെങ്കിൽ ഒരു 5 സെക്കൻഡ് റൂൾ എന്നുള്ള നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉത്തരം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് പ്രതികരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കുക. തന്നെ നമ്മൾ 5, 4, 3 എന്നുള്ള റിവേഴ്സ് രീതിയിൽ അതിനെ ആക്ഷനിലേക്ക് എത്തിക്കുക. ഒരു കൗണ്ട് ഡൗൺ സ്വഭാവം ഇതിനകത്തുണ്ട് എന്നൊക്കെയാണെങ്കിലും ഒരുപാട് ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ കോടിക്കണക്കിന് ആളുകൾ ഇവരെ ഫോണിൽ വിളിക്കുകയും ഇതിനെക്കുറിച്ചുള്ള സന്തോഷങ്ങളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചതിൽ സന്തോഷം അറിയിക്കുകയാണ്. മാത്രമല്ല ഇതിൽ കുറേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നല്ല കെൽപ്പുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രകാശ് സാറിനെ കാണുന്നുണ്ട്, അതുപോലെ ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബിജു സാറ്, ഇവർ ദീപേഷ്, ഇവരെല്ലാവരും 2 വാക്ക് സംസാരിക്കണം. ഞങ്ങളുടെ കുട്ടികൾക്കൊരു സന്തോഷം കൂടിയായിരിക്കും. ഇതിൽ ഒരു വിവരം കൂടെ പറയുകയാണ്. നമ്മളെ വിദ്യാർത്ഥികൾ മാത്രമല്ല, BEd MEd വിദ്യാർത്ഥികൾ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകം അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വേറെ സംസ്ഥാനത്തുള്ള നമ്മുടെ കീർത്തന പുസ്തകം അവതരിപ്പിച്ച് ഇനി ഞങ്ങളുടെ അടുത്ത ആഴ്ചയിൽ ഞങ്ങളുടെ ബഹുമാന്യ ആരാധ്യയായിട്ടുള്ള പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. അതും ഇതുപോലെ എല്ലാവരും വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രിന്റ് ഇറങ്ങിയിട്ടുള്ള സീക്രട്ട് പുസ്തകത്തെക്കുറിച്ചാണ്. അപ്പോൾ അടുത്ത ലക്കത്തിലേക്കും കൂടി എല്ലാവരെയും മുൻകൂർ ക്ഷണിക്കുകയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കോളേജിൽ അതിൻ്റെ ഒരു പുസ്തകാവതരണം ടീച്ചർ നടത്തിയപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ ഇൻസ്പയർഡായി. അപ്പോൾ അത് പൊതുജനത്തിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് അടുത്ത വ്യാഴാഴ്ച വായനാഴ്ച ലക്കത്തിൽ സുസ്മി ടീച്ചറാണ് പുസ്തകം അവതരിപ്പിക്കുന്നത് എന്നുള്ള വിവരം കൂടെ അറിയിക്കുകയാണ്. അത് ദി സീക്രട്ട് എന്ന പുസ്തകമാണ്. അപ്പോൾ പ്രകാശ് സാർ, അഡ്വക്കേറ്റ് ബിജു സാറൊക്കെ ഒന്ന് സംസാരിക്കണേ. താങ്ക് യു കീർത്തന, താങ്ക് യു സോ മച്ച്.
താങ്ക് യു അർച്ചിതക്ക് മാസ്റ്റർ. ദുബായിൽ നിന്നല്ലേ പങ്കെടുക്കുന്നത്? നാട്ടിലില്ലല്ലോ അർച്ചിത? അബുദാബിയിൽ നിന്നല്ലേ? ഓക്കെ, എല്ലാവർക്കും സന്തോഷം. സവിത മാമൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് സംസാരിക്കണേ. സാർ നമസ്തേ. കീർത്തന, എല്ലാവർക്കും നമസ്തേ. ഞാൻ മൈൻഡ് പ്ലസിലെ ഒരു മെമ്പറാണ്, സുജാത, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വ്യാഴാഴ്ച വായനാഴ്ച അതിൽ കയറുന്നത്. ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പയർഡ് ആയി ഞാൻ ഇത് കേട്ടപ്പോ. ഒരു നമ്മള് പറയുന്ന പോലെ NLP ഒരു ടൂൾ തന്ന പോലാണ് എനിക്ക് തോന്നിയത് കീർത്തനയുടെ. ഞാൻ കീർത്തന എന്ന് പറയുന്നോണ്ടും തോന്നരുത് ഞാനൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇല്ല ഇല്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല മാം, ഒരു കുഴപ്പമില്ല മാം. അങ്ങനെ എനിക്കൊരു ടൂള് പോലാണ് ഒരു തോന്നിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബുക്കിനെ കുറിച്ച് കേൾക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത് കേൾക്കാൻ പറ്റിയത് അജിത് കുമാർ സാറാണ് എനിക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു തന്നത്. അജിത് കുമാർ സാറിനും നന്ദി, കൃഷ്ണകുമാർ സാറിനും വളരെ നന്ദി. ഞങ്ങളുടെ ഗ്രൂപ്പില് കൃഷ്ണകുമാർ സാറും ഞങ്ങൾ എല്ലാവരും കുറെ പേരുണ്ട് ഞങ്ങള്. അപ്പോ ഒരു സിമ്പിൾ ഒരു മോട്ടിവേഷൻ അല്ല, ഒരു ടൂൾ കിട്ടിയ പോലാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഒരുപാട് എല്ലാവർക്കും. സന്തോഷം. താങ്ക് യു മാം. ഹലോ, നമസ്കാരം. നമസ്കാരം കൃഷ്ണകുമാർ സാർ, ഞങ്ങളുടെ മൈൻഡ് പ്ലസ് ഫാമിന്റെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ മൈൻഡ് പ്ലസ്. ഇന്ന് കീർത്തന ഇവിടെ അവതരിപ്പിച്ച ഈ 4 സെക്കൻഡ്, അതായത് കൗണ്ട് 4 3 5 4 3 സെക്കൻഡ് 2 റൂൾസ്. 1 0 അതെ അതെ. വളരെ വളരെ എഫക്റ്റീവ് ആണ്. കാരണം പലർക്കും ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. പൊതുവെ ആണെന്നൊരു എളുപ്പം പ്രതികരിക്കുക എന്നുള്ളത് ഒരു എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. ആ പ്രതികരിക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ അനുഭവിക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ ടെക്നിക്കിൽ വളരെ എഫക്റ്റീവാണ്. അത് വളരെ മനോഹരമായി അവതരിപ്പിച്ച് കീർത്തന. വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ഒരുപാട് മോട്ടിവേഷണൽ സ്പീച്ച് നടത്താൻ കഴിയട്ടെ. അത് ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ അത് വളരെ ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവരാക്കും. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത് ലിങ്ക് അയച്ചു തന്ന നമ്മുടെ അജിത് കുമാർ സാറാണ്. അജിത് കുമാർ സാറിന് പ്രത്യേക നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശ്രീയാണ്. ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. മാഡം വളരെ നന്നായിട്ടായിരുന്നു പ്രസന്റ് ചെയ്തത്. ഞാനൊരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നിരുന്നാലും എനിക്ക് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നന്നായിട്ടാണ് മാഡം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ ഉപകാരപ്രദമായുള്ള ഒരു കാര്യം കൃഷ്ണകുമാർ സാർ ചെയ്തു തന്നിട്ടുണ്ട്. സാറിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഇപ്പൊ ഈ സമയത്ത് ഞാൻ പറയുകയാണ്. സാറ് നമ്മളെ രാവിലെ ഞാൻ എന്നും എഴുന്നേറ്റാൽ അഫർമേഷൻ എഴുതാറുണ്ട്, ഇന്ന് നല്ലൊരു ദിവസമാണ് എന്നുള്ളത്. സാറിൻ്റെ ഒരു പുസ്തകത്തിന്റെ പേരാണത്. അപ്പോൾ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു മന്ത്രം പോലെ. പണ്ടൊക്കെ മന്ത്രത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അഗ്നിഹോത്രമൊക്കെ പഠിക്കുന്ന കാലത്ത് മന്ത്രത്തിനോട് വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രമായിട്ട് കൊണ്ടു നടക്കുന്നത് ഇന്ന് നല്ലൊരു ദിവസമാണ് എന്നുള്ളൊരു ഇതാണ് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴും പറയുന്ന ഒരു വാക്യമാണ്, ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പൊ മാഡത്തിനോട് എനിക്ക് പറയാനുള്ള അത്ര നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇന്നൊരു നല്ല ദിവസമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല പ്രസന്റേഷൻ മാഡം പറഞ്ഞു വരുന്നത് തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. ശകലം വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, വായിച്ചിട്ടില്ല. മാഡം ഈ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു, എന്തായാലും ഉടനെ തന്നെ ഓർഡർ ചെയ്യണം എന്നാണ് തോന്നിയിരിക്കുന്നത്.
എന്തായാലും താങ്ക് യു സോ മച്ച് മാഡത്തിന്. ഇനിയും ഭംഗിയായിട്ട് ഇനിയും നമുക്ക് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞപ്പം പിന്നെ സാറ് ഞാൻ പറഞ്ഞില്ലേ സാറിന് ഒരു ആരാധകനും കൂടിയാണ് ഞാൻ. ഇടയ്ക്ക് ഒരു മാസത്തിൽ 1-2 തവണയെങ്കിലും സാറിനെ വിളിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, ഒരുപാട് സന്തോഷം. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കും. കേൾക്കാം. ഗുഡ് ഈവനിങ് സർ. ഇന്ന് വളരെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പം കീർത്തനേന്റെ പുസ്തക ചർച്ച വളരെ നന്നായിരുന്നു. നമ്മള് ഇപ്പം കീർത്തന പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവതരിപ്പിച്ച സമയത്തുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോ നല്ല അവതരണം എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ റീതിങ്ക് ചെയ്തു ഞാൻ. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മിസ്റ്റേക്കുകളാണ്, ഭാവിയിൽ അത് മിസ്റ്റേക്കുകളായി വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണെന്നുള്ളത് റീതിങ്ക് ചെയ്യാൻ ഈ സെഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കീർത്തനന്റെ ബുക്ക് അവതരണത്തിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. വളരെ സൂത്തിങ് ആയിട്ടുള്ള വോയിസിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് കീർത്തന. അപ്പോൾ ഈ പുസ്തക ചർച്ചയിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് കീർത്തന. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു സെഷൻ തന്നതിന് കീർത്തനയോട് അകമഴിഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു. ഈ 5 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യണ എല്ലാവരും ഇപ്പൊ തന്നെ ഒരു ഫീഡ്ബാക്ക് പറയാം. 5, 4, 3, 2, 1 പറയൂ. നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, പറഞ്ഞോ. ഞാൻ ദീപേഷാണ്, മൈൻഡ് പ്ലസ് മെമ്പറാണ്. അപ്പോൾ ഈ ലിങ്ക് അജിത് സാറാണ് പങ്കുവെച്ചത്. അങ്ങനെയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുത്തത്. കൃഷ്ണകുമാർ സാറെ അധികം സാറുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. സാറ് ഒരു ആരാധകനും കൂടിയാണ്. നീണ്ടുപോകുന്ന വലിയൊരു ഒരു പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മാഷ് പറയും പോലെ ഞാൻ മുമ്പ് മാഷെ സ്റ്റാറ്റസ് ഞാനിങ്ങനെ കാണലുണ്ട്, വ്യാഴാഴ്ച വായന ആഴ്ച. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഈ ബുക്കിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ നമ്മൾ മടി പിടിച്ച് കിടക്കും. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ ചാടി എഴുന്നേൽക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് പെട്ടെന്ന് ഉണരാൻ പറ്റും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 5 സെക്കൻഡ് റൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ ഈ പെർഫെക്ഷനിസം, അതുപോലെ അനലൈസിസ് പാരാലിസിസ് ഒക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ എന്താ പറയുക, നമുക്ക് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല അവതരണമായിരുന്നു, നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം കീർത്തന മാം, എൻ്റെ പേര് സവിത. ആക്ച്വലി മാമിൻ്റെ സെഷനെ കുറിച്ച്, മാമിൻ്റെ ആ പുസ്തക നിരൂപണത്തെക്കുറിച്ച് റിവ്യൂ പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കയറിയതിൽ. കയറണമെന്ന് അജിത് സാർ ആ ലിങ്ക് അയച്ചിരുന്നു, അപ്പോൾ കയറണമെന്ന് ഉറപ്പിച്ച് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ടൈമിൽ 1-2 അത്യാവശ്യ കാര്യങ്ങൾ വന്നത് കാരണം എനിക്ക് ടൈമിൽ ജോയിൻ പറയുന്നു. 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കാനുള്ള ഒരു താങ്ക്സ് ഡിസിഷൻ അലോട്ട് മാം. എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം തോന്നുന്നു. നമസ്കാരം. ആരെങ്കിലും പറയുന്നുണ്ട്? അച്ഛാ റോസ്ലി നമസ്കാരം. മാഷ് പറയൂ. ഞാൻ പറയാനുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ച് അങ്ങനെ കാത്തു നിന്നതാണ്. കീർത്തന ടീച്ചർ, ഞാനും കൃഷ്ണകുമാർ മാഷിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ ഒരു 12-14 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഈ ലിങ്ക് കണ്ടതും അത് വായിച്ചതും ഇതിനകത്തേക്ക് കയറാൻ പറ്റിയതും. അപ്പൊ അതുകൊണ്ട് അതുവരെയുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് തീരുന്നത് വരെയുള്ള ഭാഗം ഒരു ഒഴുക്ക് പോലെയായിരുന്നു. അത് ഒരു പുസ്തകാവതരണം എന്നുള്ള പോലെ ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ 5 സെക്കൻഡ് റൂള് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്സ് പ്രൊക്രാസ്റ്റിനേഷനെ അതിജീവിക്കാൻ വേണ്ടി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെയുള്ള ഒരു പുസ്തകമാണ്. അതൊരു ക്ലിനിക്കൽ സൈക്കോളജിയിലെ ഒരു ഡോക്ടറോ ഒരു സയന്റിസ്റ്റോ ആവിഷ്കരിച്ച ഒരു കാര്യമല്ല. അത് ഇത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് എന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ എനിക്കതിനകത്തുള്ളൊരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മള് ഒരുപാട്, അതായത് മനുഷ്യൻ ഈ ഒരു പരിണാമത്തിലേക്ക് എത്തുന്നതിനും മുൻപുള്ള കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന കാലഘട്ടത്തിൽ അവന് എപ്പോൾ ഭക്ഷണം കിട്ടുമെന്നോ പിന്നീട് എപ്പോൾ ഭക്ഷണം കിട്ടുമെന്നോ ഒന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ ഭക്ഷണത്തിലൂടെ ആർജിച്ച ആ ഊർജം നഷ്ടപ്പെട്ടു പോകാതെ ശരീരത്തിൽ തന്നെ സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടി പിന്നീടുള്ള കായിക പ്രവർത്തനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കേണ്ടതിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ആ ശരീര വളർച്ചയുടെ പാകത്തിനുണ്ടായിരുന്ന ബ്രെയിനിന്റെ ഒരു ഭാഗം, അമിഗ്ഡല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആ വാക്ക്, ബദാമിന്റെ ആകൃതിയുള്ള ഒരു ഭാഗം, അതാണ് എല്ലാ കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ ഇറങ്ങാനുള്ള ആഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് എന്നും അതാണ് പ്രൊക്രാസ്റ്റിനേഷന് കാരണമാകുന്നതെന്നും ആ ഒരു ഭാഗം ഇപ്പോഴും മനുഷ്യൻ ബാക്കിയുള്ള അവന്റെ ഭക്ഷണാവശ്യങ്ങളൊക്കെ മുൻപത്തേത് പോലെയല്ല. ഇന്നത് വളരെ കൃത്യമായി അവന് സമയത്തനുസരിച്ച് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്താതെ ഇന്നും അന്നത്തെ രൂപത്തിൽ തന്നെ പരിണാമത്തിന് വിധേയമാകാതെ അങ്ങനെ നിലനിൽക്കുന്നതാണ് ഇതിന് കാരണമാകുന്നത് എന്നും അപ്പൊ അതിന്റെ ആ ഒരു ഇതിൽ നിന്ന് തരണം ചെയ്യാൻ, അതിനെ മറികടക്കാൻ ഇതിന് കഴിയുമെന്നും വീണ്ടും അതിന്റെ ഒരു നിയന്ത്രണം ഇല്ലാതിരിക്കാൻ വേണ്ടി 25 മിനിറ്റോളം തുടർച്ചയായി നമ്മൾ ജോലി ചെയ്തതിന് ശേഷം പിന്നെ 5 മിനിറ്റ് ഈ അമിഗ്ഡലയെ പറ്റിക്കാൻ വേണ്ടി 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുമായിട്ട് അല്ലെങ്കിൽ അതേ കാര്യം തന്നെ ഇദ്ദേഹം വേറൊരു രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതാണോ ഇത്, അതോ അതുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണോ ഇത് എന്നുള്ള ഒരു സംശയം തോന്നി. ഞാൻ ആ പുസ്തകത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് മറ്റൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടും ഞാൻ കേട്ട ഭാഗത്ത് ടീച്ചർ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്തത് കൊണ്ടും ഞാൻ ചോദിച്ചതാണത്. അതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. താങ്ക് യു. സാറ് പറഞ്ഞത് ആക്ച്വലി എനിക്കും പുതിയൊരു അറിവാണ്. ആ ഒരു പോർഷൻ ഞാനും ആദ്യമായിട്ട് ഇപ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ ബുക്കില് അങ്ങനെ ഒരു പോർഷനെ പറ്റി പറയുന്നില്ല. ഇവിടെ മെയിൻ ആയിട്ടും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് മെൽ റോബിൻസിന് ഒരു തവണ തോന്നി, അവരത് ചെയ്തു, അവർക്കത് സക്സസ്ഫുൾ ആണെന്ന് തോന്നി. പിന്നെ അവർ ഒരുപാട് എക്സ്പേർട്ടുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. 3 വർഷത്തോളം റിസർച്ച് ഭയങ്കര ഡീപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ബ്രെയിനിന്റെ ഈ പോർഷനിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. ഈ പോർഷൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാകും. ആ ഒരു രീതിയിലാണ് അവർ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് മറ്റൊരു തലത്തിലാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി എനിക്കും ഞാനും കൂടുതൽ വായിച്ചിട്ടില്ല. ആ ഒരു അറിവ് പകർന്നു തന്നതിനും താങ്ക് യു സർ. എനിക്ക് പറയാനുള്ളത് ഇതിൽ മെൽ റോബിൻസ് പറയുന്നത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ പറ്റിയിട്ടാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഗൂഗിൾ ചെയ്താൽ ആ കാര്യങ്ങൾക്ക് ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ തന്നെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ഭാഗമാണ്
ഇതിന് കാരണമാകുന്നതെന്നും അതിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ആവിഷ്കരിച്ചതെന്നും ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാതെ, ഈ 5 സെക്കൻഡ് റൂളുമായിട്ട് കണക്ട് ചെയ്യാതെ ഞാൻ കേട്ടിട്ടുണ്ട്. അധ്യാപകർക്ക് തന്നെ, അതായത് വിദ്യാർത്ഥികളിലെ മടിയും അലസതയും മാറ്റുന്നതിന് വേണ്ടി, സത്യം പറഞ്ഞാൽ അലസത എന്ന് പറയുന്നതും പിന്നത്തേക്ക് മാറ്റിവെക്കലും അവരുടെ ഒരു തെറ്റല്ല, അവരുടെ ബ്രെയിനിന്റെ ഈ ഭാഗത്തിന്റെ ഒരു പ്രശ്നമാണത്. അപ്പൊ അതിനെ മറികടക്കാനുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് കുട്ടികളെ അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പ്രചോദിപ്പിക്കാനും നയിക്കാനും ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നുള്ള രീതിയിൽ ആധുനിക പഠന ഗവേഷണങ്ങൾ കണ്ടെത്തിയ ഒരു രീതി. അത് ഒരു മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ കേൾക്കാനിടയായ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. പക്ഷെ ഗൂഗിളിൽ ഞാൻ പലപ്പോഴും സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണത്. ടീച്ചറിനും ആ കാര്യത്തിൽ മാഷ് വഴി അറിയിക്കാനും പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. താങ്ക് യു. ഇനി അധികം ആരും ചോദിക്കുന്നില്ലാന്ന് തോന്നുന്നു. കീർത്തനയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാഷെ. ഞാൻ ഇങ്ങനെ ഇത്രയും പേരെ പരിചയപ്പെടാൻ പറ്റുമെന്നോ സംസാരിക്കാൻ പറ്റുമെന്നോ വിചാരിച്ചല്ല ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ തന്ന ഓരോ കമന്റ്സും, ഓരോ പോസിറ്റീവ് കമന്റ്സും ഞാനത് മറക്കില്ല. താങ്ക് യു സോ മച്ച്. സ്വാതി. നന്ദി പറയുന്നതിനായി 2ാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനിയായ ശ്രീദേവിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുസ്തക നിരൂപണത്തിന് ഔപചാരികമായി നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പുസ്തക നിരൂപണത്തിന് അവസരം ഒരുക്കി തന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് നന്ദി പറയാണ്. ഏതൊരു പരിപാടിയും വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് കോർഡിനേറ്റേഴ്സിന്റെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനും ഡോക്ടർ ഹീര ടീച്ചർക്കും സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലയനയ്ക്കും നന്ദി പറയുന്നു. ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ ദ 5 സെക്കൻഡ് റൂൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയ കീർത്തന ടീച്ചർക്ക് ഏറെ സ്നേഹം അറിയിക്കുകയാണ്. ഇന്നത്തെ പരിപാടി വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന കൂട്ടുകാർക്കും ഇന്നത്തെ മീറ്റിൽ ജോയിൻ ചെയ്ത എല്ലാ പുസ്തക പ്രേമികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.